ലോകഭൂപടത്തിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദൂരം കേവലം ഭൂമിശാസ്ത്രപരമായ ഒന്നല്ല. അത് ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വൈജ്ഞാനിക കൈമാറ്റത്തിൻ്റെയും നൂറ്റാണ്ടുകൾ നീളുന്ന ഒരു മഹാപ്രവാഹമാണ്. ഇസ്ലാമിന് മുമ്പേ തുടങ്ങിയ ഈ ബന്ധത്തെക്കുറിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി അടുത്തിടെ നടത്തിയ പരാമർശങ്ങൾ ഈ രണ്ട് പുരാതന നാഗരികതകൾ തമ്മിലുള്ള ആഴമേറിയ ആത്മബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 3000 വർഷങ്ങൾക്കപ്പുറം വേരുകളുള്ള ഈ സൗഹൃദം വെറുമൊരു നയതന്ത്ര ബന്ധമല്ല, മറിച്ച് മനുഷ്യ നാഗരികതയുടെ വളർച്ചയിൽ ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം നൽകിയ സംഭാവനകളുടെ ആകത്തുകയാണ്. ഭാരതവും പെർഷ്യയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് ആര്യൻ കുടിയേറ്റ കാലം മുതലാണെന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ഭാഷയിലും ആചാരങ്ങളിലും ഈ രണ്ട് സംസ്കാരങ്ങളും തമ്മിലുള്ള സാമ്യം അത്ഭുതകരമാണ്. സംസ്കൃതവും പഴയ പെർഷ്യൻ ഭാഷയും തമ്മിലുള്ള ബന്ധം ഇതിന് അടിവരയിടുന്നു. ഇറാനിയൻ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് എത്രയോ മുമ്പ് തന്നെ ഭാരതത്തിലെ തത്വചിന്താ ഗ്രന്ഥങ്ങൾ ഇറാനിയിൽ പഠനവിഷയമായിരുന്നു. ഭാരതത്തിൻ്റെ ദർശനങ്ങൾ പേർഷ്യൻ പണ്ഡിതന്മാർക്ക് അന്ന് അന്യമായിരുന്നില്ല. ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ സിൽക്ക് റൂട്ട് വഴിയും കടൽ വഴിയും ഇറാനിലേക്ക് ഒഴുകി. മനുഷ്യരാശിയുടെ അറിവിൻ്റെ ഭണ്ഡാരത്തിൽ ഭാരതീയ പണ്ഡിതർ എഴുതി ചേർത്ത ഓരോ അധ്യായവും പേർഷ്യൻ മണ്ണിലും ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മധ്യകാലഘട്ടങ്ങളിൽ ഈ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതാണ് നാം കണ്ടത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് പെർഷ്യൻ ഭാഷ ഭാരതത്തിൻ്റെ ഭരണഭാഷയും സാഹിത്യ ഭാഷയുമായി മാറി. ഇവിടുത്തെ കലയിലും വാസ്തുവിദ്യയിലും സംഗീതത്തിലും പെർഷ്യൻ ശൈലികൾ ഇഴുകിച്ചേർന്നു. എന്നാൽ ഈ സ്വാധീനം ഏകപക്ഷീയമായിരുന്നില്ല. ഇറാൻ ഭാരതത്തിൽ നിന്ന് പലതും സ്വീകരിച്ചതുപോലെ ഭാരതവും ഇറാൻ്റെ കലയും സംസ്കാരവും നെഞ്ചോട് ചേർത്തു. ഈ പരസ്പര വിനിമയത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുന്ന ഉറുദു ഭാഷയും ഗസലുകളും ഇവിടുത്തെ നിർമ്മാണ വിസ്മയങ്ങളും. കാലങ്ങളായി കൈമാറി വന്ന ഈ വിജ്ഞാനം രണ്ട് രാജ്യങ്ങളിലെയും സർവകലാശാലകളിൽ പാഠ്യവിഷയമായിരുന്നുവെന്നും ഇന്നും ആ പാരമ്പര്യം തുടരുന്നുവെന്നും ഹക്കീം ഇലാഹി ഓർമ്മിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ഈ ചരിത്രപരമായ ബന്ധത്തിന് സാമ്പത്തികവും രാഷ്ട്രീയവുമായ പുതിയ തലങ്ങൾ കൈവന്നിരിക്കുന്നു. ചബഹാർ തുറമുഖ വികസനത്തിൽ ഭാരതവും ഇറാനും തമ്മിലുള്ള സഹകരണം ഇതിന് ഉദാഹരണമാണ്. മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള ഭാരതത്തിൻ്റെ കവാടമായി ചബഹാർ മാറുകയാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും ഭാരതവുമായുള്ള സാമ്പത്തിക ബന്ധം നിലനിർത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നത് ഈ ആത്മബന്ധത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. ഉപരോധങ്ങൾ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്നത് ഒരു വസ്തുതയാണ്. ജനങ്ങളിൽ ചിലർക്കിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇത് കാരണമായിട്ടുമുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ഇറാന് സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി പങ്കുവെക്കുന്നത്. ഇറാൻ്റെ നിലവിലെ ആഭ്യന്തര സാഹചര്യങ്ങളെക്കുറിച്ച് പുറം ലോകത്ത് പ്രചരിക്കുന്ന വാർത്തകളിൽ പലതും അതിശയോക്തി കലർന്നതാണെന്നാണ് ഇറാൻ്റെ ഔദ്യോഗിക പക്ഷം. യഥാർത്ഥ സാഹചര്യവും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഭാവനയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നു. വിദേശ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇറാൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ മരണത്തെക്കുറിച്ചിട്ടുള്ള കണക്കുകൾ പലതും വ്യാജമാണെന്നും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ മനഃപൂർവ്വം ചമച്ചവയാണെന്നും ഇറാൻ കരുതുന്നു. പ്രതിഷേധക്കാർക്കിടയിൽ നുഴഞ്ഞു കയറിയ ചില സാമൂഹിക വിരുദ്ധർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതായും അവർ പോലീസിനെയും സാധാരണക്കാരെയും ലക്ഷ്യം വെച്ചതായും അദ്ദേഹം ആരോപിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വിവരങ്ങൾ പലപ്പോഴും വസ്തുതകളിൽ നിന്ന് അകന്നതാകാൻ സാധ്യതയുണ്ടെന്നും അത്തരം വാർത്തകളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും അദ്ദേഹം ഭാരതീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നു. രാജ്യത്ത് നിലവിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെന്നുമാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഇറാൻ ഭരണകൂടം. ഇത്തരം ഘട്ടങ്ങളിൽ ചരിത്രപരമായ സുഹൃത്തായ ഭാരതത്തിൻ്റെ പിന്തുണ ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭാരതവും ഇറാനും തമ്മിലുള്ള ബന്ധം കേവലം ഭരണാധികാരികൾ തമ്മിലുള്ള ഒന്നായിരുന്നില്ല, മറിച്ച് ജനങ്ങൾ തമ്മിലുള്ള ബന്ധമായിരുന്നു. ഭാരതീയ തത്വചിന്തകൾ പേർഷ്യൻ മനസ്സുകളെ സ്വാധീനിച്ചപ്പോൾ പേർഷ്യൻ സൂഫിസവും കലയും ഭാരതീയ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിൽ ഒന്നിച്ച് സഞ്ചരിച്ച രണ്ട് സംസ്കാരങ്ങൾക്കിടയിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് ഈ ബന്ധത്തിനുണ്ട്. 3000 വർഷത്തെ ഈ തുടർച്ച ഒരു ഓർമ്മപ്പെടുത്തലാണ്. സംസ്കാരങ്ങൾ തമ്മിലുള്ള വിനിമയം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന സത്യം. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ സഹകരണം വരും തലമുറകൾക്കും ഒരു മാതൃകയാണ്. രാഷ്ട്രീയ അതിർവരമ്പുകൾക്കും മതപരമായ വ്യത്യാസങ്ങൾക്കുമപ്പുറം മനുഷ്യൻ്റെ വിജ്ഞാന ദാഹവും സാംസ്കാരികമായ ആദരവുമാണ് യഥാർത്ഥ ബന്ധങ്ങളെ നിർവചിക്കുന്നത്. ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സമാധാനത്തിനും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി തുടരേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.